ഇത് മഹാശക്തികളുടെ കഥയാണ്. ഇത് മഹാപ്രളയത്തിന്റെ കഥയാണ്. ഇത് മനുഷ്യ നാഗരികതയുടെ പുനരാരംഭത്തിന്റെ കഥയാണ്. ഇത് ശ്രീഹരിയുടെ ആദ്യ അവതാരത്തിന്റെ കഥയാണ്. ഈ കഥയെ പല ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഈ മുഴുവൻ കഥയുടെയും ആധികാരികതയ്ക്കായി ഋഗ്വേദം, യജുർവേദം, അഥർവവേദം, മത്സ്യപുരാണം, ഭാഗവതപുരാണം, വിഷ്ണുപുരാണം, ബ്രഹ്മാണ്ഡപുരാണം, അഗ്നിപുരാണം, ദേവി ഭാഗവത പുരാണം, രാമായണം, മഹാഭാരതം എന്നിവ പഠിച്ചുകൊണ്ട് നിരവധി വേദങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും അവതരിപ്പിച്ചിരിക്കുന്ന വിവിധ ഭാഗങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് തുടക്കം മുതൽ തന്നെ ആരംഭിക്കാം. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കായി ഭഗവാൻ മഹാവിഷ്ണു സത്യനാരായണൻ 3 പുരുഷ മഹാശക്തികളിൽ സ്വയം അവതരിച്ചു. ഹരി മുഴുവൻ പ്രപഞ്ചത്തിന്റെയും സംരക്ഷകനും ധർമ്മത്തിന്റെയും ശക്തിയുടെയും സംരക്ഷകനുമാണ്. വിധി പ്രപഞ്ചത്തിന്റെയും ജീവജാലങ്ങളുടെയും സ്രഷ്ടാവുമാണ്. മുഴുവൻ പ്രപഞ്ചത്തിന്റെയും നിയമങ്ങൾക്കനുസൃതമായി മര്യാദയ്ക്ക് ആവശ്യമായ ദേവന്മാരുടെയും രാശികളുടെയും പിതാവാണ് ഹരൻ. മുഴുവൻ പ്രപഞ്ചത്തിന്റെയും സംഹാരകനും എല്ലാ നിയമങ്ങളുടെയും സ്രഷ്ടാവുമാണ് ഹരൻ. അതിനുശേഷം ത്രിദേവന്മാർക്ക് ശരീരങ്ങൾ ലഭിച്ചു. പക്ഷേ അവരുടെ ശക്തി, ഊർജ്ജം, ജീവിതം എന്നിവ 3 സ്ത്രീ മഹാശക്തികളായി വിഭജിക്കപ്പെട്ടു. സ്വപ്ന സൗന്ദര്യം, സമ്പത്ത്, സന്തോഷം, പ്രശസ്തി, തേജസ്, സമൃദ്ധി എന്നിവയുടെ ദേവതയായ മാതാ ലക്ഷ്മി ഹരിയുടെ ജീവനാണ്. എല്ലാ അറിവുകളുടെയും പഠനത്തിന്റെയും ശബ്ദത്തിന്റെയും കലകളുടെയും സ്രഷ്ടാവായ സരസ്വതി ദേവി ബ്രഹ്മാവിന്റെ ജീവനാണ്. ഉഗ്രരൂപം സ്വീകരിച്ച് ലോകത്തെ മുഴുവൻ കീഴടക്കുന്ന മഹാദേവി മഹാശക്തി ബ്രഹ്മാവിന്റെ ജീവനാണ്. അങ്ങനെ കാലചക്ര ജയന്തി ആരംഭിച്ചു, ആഘോഷിക്കുന്നു. ധർമ്മം സ്ഥാപിക്കപ്പെട്ടപ്പോൾ അധർമ്മം സ്വയം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അത് കാലചക്രത്തിനും കർമ്മചക്രത്തിനും അത്യാവശ്യമായിരുന്നു. രാജസഗുണം ഈ പ്രപഞ്ചത്തിൽ തമസുഗുണത്തെ സന്തുലിതമായി നിലനിർത്തുന്നതുപോലെ അധർമ്മത്തിന്റെയും ധർമ്മത്തിന്റെയും സന്തുലിതാവസ്ഥ ഈ പ്രപഞ്ചത്തിന്റെ മര്യാദയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അധർമ്മം എല്ലായ്പ്പോഴും ഈ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ധർമ്മത്തെ ആക്രമിക്കുകയും ചെയ്യുന്നു. വിജയിക്കാനും ഈ ശ്രമത്തെ പരാജയപ്പെടുത്താനും ധർമ്മം വീണ്ടും വീണ്ടും സ്ഥാപിക്കാനും ശ്രീഹരിവിഷ്ണു നിരവധി അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. ഇന്ന് ഈ അധ്യായത്തിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തനായ രാക്ഷസനെക്കുറിച്ച് നമ്മൾ പഠിക്കും. അവനെ പരാജയപ്പെടുത്താൻ ഒരു പ്രളയം ആവശ്യമായി വന്നതിനാൽ പ്രപഞ്ചം പുണ്യം സ്ഥാപിക്കേണ്ടിവന്നു. ഈ മഹാനായ ഉഗ്രനായ രാക്ഷസന്റെ പേര് ഗ്രീവസുർ എന്നായിരുന്നു. ഗ്രീവാസുരൻ അധർമ്മത്തിന്റെ അസുരരൂപമായിരുന്നു. വെള്ളത്തിലും ഭൂമിയിലും ആകാശത്തും വിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക ശക്തി ഈ രാക്ഷസനുണ്ടായിരുന്നു. ധർമ്മത്തെയും പ്രപഞ്ചത്തെയും നശിപ്പിക്കാൻ അധർമ്മം ഗ്രീവാസുരന്റെ രൂപത്തിൽ അവതാരമെടുത്തു. കശ്യപന്റെയും മാതാ ദിതിയുടെയും മകനെന്ന നിലയിൽ ഈ മഹാനായ ഉഗ്രനായ രാക്ഷസൻ വളരെ മിടുക്കനും അഹങ്കാരിയുമായിരുന്നു. അവൻ അധർമ്മവും തമസും നിറഞ്ഞവനായിരുന്നു. അസുരശക്തികളോടെ ജനിച്ചതിനുശേഷവും തന്റെ ലക്ഷ്യം നിറവേറ്റാൻ ദേവിയുടെ അസുരമായ രൂപത്തെ പ്രീതിപ്പെടുത്തുകയും കൂടുതൽ ശക്തി നേടുകയും ചെയ്യണമെന്ന് അവനറിയാമായിരുന്നു. അപ്പോൾ മാത്രമേ അവൻ വിഷ്ണുവിനോട് യുദ്ധം ചെയ്യാൻ കഴിയൂ. അങ്ങനെ അവൻ തന്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രണത്തിലാക്കി ശ്രീവിഷ്ണുമായ മായയുടെ ബീജമന്ത്രം ജപിക്കാൻ ഇരുന്നു. 1000 വർഷക്കാലം അവൻ ഈ മന്ത്രം തുടർച്ചയായി ജപിച്ചുകൊണ്ടിരുന്നു, ഒരിക്കലും നിർത്താതെ, ഒരിക്കലും എഴുന്നേൽക്കാതെ. അദ്ദേഹം വളരെ സ്ഥിരതയോടെ ജപിച്ചുകൊണ്ടിരുന്നു. ദേവി വളരെ സന്തുഷ്ടയായി. 1000 വർഷം പൂർത്തിയായ ഉടൻ ഹഗരിവസുരൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം കുമ്പിട്ട് ദേവിയെ ആരാധിക്കാൻ തുടങ്ങി. ദേവി പറഞ്ഞു, "ഓ ഗ്രീവസുരാ, നിങ്ങളുടെ വരം ചോദിക്കൂ. നിങ്ങളുടെ തപസ്സിൽ ഞാൻ സന്തുഷ്ടനാണ്." ഇത് കേട്ടപ്പോൾ ഗ്രീവസുരൻ ദേവിയോട് അമൃതവരം ചോദിച്ചു. ജനിക്കുന്ന എല്ലാ ശക്തികൾക്കും സൃഷ്ടിക്കും അമൃതം ലഭിക്കുമെന്ന് ദേവി പറഞ്ഞു. അദ്ദേഹത്തിന് മരണം അനിവാര്യമാണ്. ഞാൻ തന്നെ കാലചക്ര കാളിയുടെ ഒരു രൂപമാണ്. ഞാൻ എന്നെത്തന്നെ ലംഘിക്കില്ല, മറ്റൊന്നും ചോദിക്കുക. ഗ്രീവസുർ വളരെ സമർത്ഥമായി പറഞ്ഞു. ശരി, ഗ്രീവിന്റെ രൂപത്തിൽ മാത്രം മരിക്കാനുള്ള ഈ വരം എനിക്ക് തരൂ. അല്ലെങ്കിൽ ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ഒരു ദേവരൂപവും ഗ്രീവ് അല്ലെന്ന് ഗ്രീവയ്ക്ക് അറിയാമായിരുന്നു. അതായത് അത് കുതിരയുടെയും മനുഷ്യശരീരത്തിന്റെയും പ്രതീകാത്മക രൂപമല്ല. ദേവന്മാർ പോലും ഗ്രീവിൽ അവതരിക്കരുതെന്ന് അദ്ദേഹം ഒരു തന്ത്രം പയറ്റാൻ പോകുകയായിരുന്നു. ഇതു പറഞ്ഞുകൊണ്ട് ദേവി അദ്ദേഹത്തിന് ഈ വരം നൽകി അവിടെ നിന്നുപോയി. ഈ വരം ലഭിച്ചതിനുശേഷം ഗ്രീവവസുരൻ വളരെ നിർഭയനും ശക്തനുമായി. ഗ്രീവരൂപത്തിലുള്ള ആർക്കും സമുദ്രത്തിന്റെ അടിത്തട്ടിൽ എത്താൻ കഴിയാത്ത വിധത്തിലും ഒരിക്കലും കൊല്ലപ്പെടാത്ത വിധത്തിലും അദ്ദേഹം സമുദ്രത്തിന്റെ ആഴത്തിൽ തന്റെ അസുരരാജ്യം സൃഷ്ടിച്ചു. ആരെങ്കിലും അവതാരമെടുക്കുമ്പോഴെല്ലാം വളരെ തീവ്രമായ ഒരു ഊർജ്ജം മുഴുവൻ പ്രപഞ്ചത്തിലും പ്രവഹിക്കാൻ തുടങ്ങും. അതുമൂലം അദ്ദേഹം കൊല്ലപ്പെടും. ഭഗവാൻ വിഷ്ണു അവതാരമെടുത്തു. അദ്ദേഹം ഒരു ഗ്രീവാണോ അല്ലയോ? ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് മരണഭയമുണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ ഈ രൂപം അവനിൽ എത്താതിരിക്കാൻ അദ്ദേഹം സമുദ്രത്തിന്റെ ഗർഭപാത്രത്തിൽ പോയി ഇരിക്കും. ഇതിനുശേഷം വസുരൻ തന്റെ പാപകരമായ പ്രവൃത്തികൾ നിർഭയമായി പ്രചരിപ്പിക്കാൻ തുടങ്ങി. അവൻ വളരെ ശക്തമായ ഒരു അസുര സൈന്യത്തെ ശേഖരിച്ച് ഭൂമിയിലും വെള്ളത്തിലും ആകാശത്തും തന്റെ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി.
അവൻ നിരവധി ദൈവങ്ങളെ കൊല്ലാൻ തുടങ്ങി. ഭൂമിയിൽ യോഗ, ഹവനം, മതപരമായ പ്രവർത്തനങ്ങൾ എന്നിവ ചെയ്യുന്ന ആരെയും കൊന്നു വിഴുങ്ങി. ഹാഗർ വസുർ ദേവ് മനുഷ്യരെയും മൃഗങ്ങളെയും ഭക്ഷിക്കുന്ന ഒരു രാക്ഷസനായി മാറി. എല്ലാ ദേവന്മാരും മുഴുവൻ ഇന്ദ്രലോകവും അവനെ ഭയന്നു വിരയ്ക്കാൻ തുടങ്ങി. ഇപ്പോഴും ഇന്ദ്രദേവനെപ്പോലെ അവനെ പരാജയപ്പെടുത്താൻ കഴിവുള്ള ദിവ്യശക്തികൾ അവനെ നേരിടാൻ ഉണ്ടായിരുന്നു. ഇതിനായി ഹാഗർ വസുർ മറ്റൊരു ഗൂഢാലോചന നടത്തി. അതിനുശേഷം മതം ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. ഒരു ദൈവത്തിനും അവനെ കൊല്ലാൻ കഴിയില്ല, അവർക്ക് ചെറുക്കാൻ കഴിയില്ല. ഗ്രീ വസുരയ്ക്ക് ദേവ് എന്ന് അറിയാമായിരുന്നു. ഭൂമിയിൽ ധർമ്മം ഉള്ളിടത്തോളം കാലം മാത്രമേ ദേവന്മാരുടെ ശക്തി ഭൂമിയിലുണ്ടാകൂ. ഓരോ കൽപ്പത്തിലും സൃഷ്ടിയുടെ അവസാനം ബ്രഹ്മാവ് യോഗനിദ്രയിലേക്ക് പോകുന്നു. ഇതാണ് കാര്യം. ഹരിവസുരന് ഒരു രഹസ്യമുണ്ടായിരുന്നു. അദ്ദേഹം കാത്തിരുന്നു. കൽപ്പം അവസാനിച്ചയുടനെ ബ്രഹ്മാവ് ആഴത്തിലുള്ള യോഗനിദ്രയിലേക്ക് പോയി. അദ്ദേഹം രഹസ്യമായി ബ്രഹ്മലോകത്തിൽ പ്രവേശിച്ച് 4 വേദങ്ങളും മോഷ്ടിച്ചു. സമുദ്രത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള ആഴത്തിൽ അദ്ദേഹം 4 വേദങ്ങളെയും തടവിലാക്കി. ഇപ്പോൾ ധർമ്മം പൂർണ്ണമായും ബന്ധിക്കപ്പെട്ടു. എല്ലാ അസുരന്മാരുടെയും ശക്തി ദേവന്മാരേക്കാൾ പലമടങ്ങ് വർദ്ധിച്ചു. എല്ലാ ദേവന്മാരും വിഭജിക്കപ്പെടാൻ തുടങ്ങി. ഹരിവസുരന്റെ ഏതെങ്കിലും അസുരന്മാരുടെ മുന്നിൽ നിൽക്കാൻ ഒരു ദൈവത്തിനും കഴിവില്ലായിരുന്നു. ഇപ്പോൾ മഹാശക്തികൾ മാത്രമേ ശേഷിച്ചുള്ളൂ. എന്നാൽ ഹരിവസുരന്റെ വരം കാരണം അദ്ദേഹത്തിന്റെ മരണം സാധ്യമല്ല. മഹാശക്തികൾക്ക് ഒരു വലിയ ലീല സൃഷ്ടിക്കേണ്ടിവന്നു. ശ്രീഹരിയുടെ ലീല അനന്തമാണെന്ന് എപ്പോഴും പറയപ്പെടുന്നു. അത്തരമൊരു ലീല സംഭവിച്ചു. ഹയഗ്രീവാസുരനെ അവസാനിപ്പിക്കുന്ന ഈ യുദ്ധം നടന്നുകൊണ്ടിരുന്നു. ഒരു വശത്ത് ഭൂമിയിൽ ഹയഗ്രീവാസുരൻ അനീതി വർദ്ധിച്ചുകൊണ്ടിരുന്നു. മറുവശത്ത് ഭൂമിയുടെയും ആകാശഗംഗയുടെയും അതിർത്തികളിൽ നിന്ന് വളരെ അകലെ ഭവസാഗർ മഹാസിന്ധുവിൽ ശ്രീ ഭഗവാൻ വിഷ്ണു ഒരു വലിയ യുദ്ധത്തിൽ തിരക്കിലായിരുന്നു. ഭൂമിയുടെ കാലഘട്ടമനുസരിച്ച് ഭവസാഗർ മഹാസിന്ധുവിൽ 10,000 വർഷക്കാലം നടന്ന മഹായുദ്ധത്തിൽ ഭഗവാൻ വിഷ്ണു ബാക്കിയുള്ള എല്ലാ അനീതികളെയും മഹാവിനാശക ശക്തികളെയും അവസാനിപ്പിച്ച് തന്റെ മഹാസിന്ധു ഭവസാഗറിൽ മുക്കി യുദ്ധം അവസാനിപ്പിച്ചു. ഈ മഹാവിനാശക യുദ്ധത്തിനുശേഷം ക്ഷീണിതനായ ഭഗവാൻ വിഷ്ണു ഒരു വലിയ പാറയിൽ കിടന്ന് വളരെ ഗാഠനിദ്രയിലേക്ക് വീണു. തന്റെ വില്ലായ ശാരംഗം അഴിച്ചുമാറ്റിയിട്ടില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അത് കഴുത്തിൽ തൂക്കിയിട്ട് ഉറങ്ങിപ്പോയി. ഹയഗ്രീവാസുരന്റെ ഭീകരതയിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ച് എല്ലാ ദേവന്മാരും അവന്റെ അടുത്തേക്ക് പോയി. പക്ഷേ അപ്പോഴേക്കും ഭഗവാൻ വിഷ്ണു ഗാഢമായ യോഗനിദ്രയിലേക്ക് വീണു. ദേവന്മാരുടെ വിളി കേൾക്കൂ. മറ്റെല്ലാ മഹാശക്തികളും ബ്രഹ്മവും അവിടെ എത്തി. പക്ഷേ ഹരിയെ ഈ രൂപത്തിൽ കണ്ടപ്പോൾ അദ്ദേഹവും ആശങ്കാകുലനായി. ശാരംഗൻ ചുറ്റിപ്പിടിച്ചു. വിഷ്ണുവിന്റെ കഴുത്ത്. അത് വളരെ വിഷമകരമാണ്. എന്തു ചെയ്യണം? അത്തരമൊരു സാഹചര്യത്തിൽ ബ്രഹ്മദേവി ദിവ്യമായ ചിതലുകളെ സൃഷ്ടിച്ചു. നിലത്തു തൊടുന്ന വില്ലിന്റെ അഗ്രം ഭക്ഷിച്ചു മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഈ ബന്ധനത്തിൽ നിന്ന് ഹരി, ചിതലുകൾ ദൈവമേ, നമ്മൾ ഇത് ചെയ്താൽ ശല്യപ്പെടുത്തുന്ന മഹാപാപത്തിന് നമ്മൾ കുറ്റക്കാരാകും. യോഗനിദ്ര, നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ കഴിയും? അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ഭൂമിയിൽ യാഗം, തപം, ഹവനം അല്ലെങ്കിൽ ഏതെങ്കിലും മതപരമായ ആചാരം നടത്തുമ്പോഴെല്ലാം വഴിപാടിൽ ഇല്ലാത്തതോ ഭൂമിയിൽ വീണതോ ആയ എല്ലാ വസ്തുക്കളും നിങ്ങളുടെ വിധിയിലേക്ക് പോകും. ഈ രീതിയിൽ നിങ്ങൾ ഈ പാപത്തിൽ നിന്നു മുക്തനാകും. ഈ വരം ലഭിച്ച ശേഷം ചിതലുകൾ നിലത്തുണ്ടായിരുന്നു. വില്ലിന്റെ മുകൾ ഭാഗം തിന്നാൻ തുടങ്ങി. അത് കടിക്കുമ്പോൾ ചരട് സ്വതന്ത്രമായി. വില്ലിന്റെ ചരട് അഴിഞ്ഞുവീണ് വളരെ വേഗത്തിൽ മറുകരയിലെത്തി. അങ്ങനെ ഭഗവാൻ വിഷ്ണുവിന്റെ മുഖം മഹാസമുദ്രമായ ഭവസമുദ്രത്തിലേക്ക് പോയി. മഹാപ്രളയം പ്രപഞ്ചത്തെ മുഴുവൻ വിഴുങ്ങി. അപ്പോൾ എല്ലാ ദേവന്മാരും ഉടൻ തന്നെ മാതാവ് വിഷ്ണുമായെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം അവൾ മാത്രമാണ് മുഴുവൻ വിഷ്ണുലീലയുടെയും ശക്തി. ഈ ലീലയെക്കുറിച്ചും അതിന്റെ പരിഹാരത്തെക്കുറിച്ചും പറയാൻ അവൾക്ക് കഴിയും. അമ്മ പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ വിഷ്ണു ഈ ലീലയെ സൃഷ്ടിച്ചത് ഹയഗ്രീവ രൂപത്തിലേക്ക് മാറാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. ഉടനെ വിശ്വകർമ്മ ദേവൻ കുതിരയുടെ തല വിഷ്ണുവിന്റെ ശരീരത്തിൽ വച്ചുകൊണ്ട് അദ്ദേഹത്തെ ഹയഗ്രീവ രൂപത്തിലുള്ള ഭഗവാൻ വിഷ്ണുവാക്കി മാറ്റി. അപ്പോൾ ഭഗവാൻ വിഷ്ണു യോഗനിദ്രയിൽ നിന്ന് ഉണർന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച ശേഷം താൻ അവതാരമെടുത്തിരുന്നെങ്കിൽ താൻ ജനിക്കേണ്ടിവരുമെന്ന് പറഞ്ഞു. ഈ ലീല ചെയ്തുകൊണ്ട് താൻ ഇപ്പോഴും ഭഗവാൻ വിഷ്ണുവാണ്. അദ്ദേഹത്തിന്റെ മുഖരൂപം മാത്രമേ മാറിയിട്ടുള്ളൂ. ദേവി ഹയഗ്രീവാസുരൻ നൽകിയ വരത്തിന്റെ പരിശുദ്ധിയും സത്യവും ഇപ്പോൾ ഈ രൂപത്തിൽ സംയോജിപ്പിച്ചിരിക്കുന്നു. ഹരിവസുരൻ എന്ന അസുരനെ ഞാൻ കൊല്ലും. പക്ഷേ എന്നിട്ടും ഭൂമിയിൽ പാപത്തിന്റെയും തിന്മയുടെയും വ്യാപനം വളരെയധികം വർദ്ധിച്ചതിനാൽ ഇത് മതിയാകില്ല. അപ്പോൾ ഭഗവാൻ ശിവൻ പറഞ്ഞു, ഹേ ഹരി, നീ ഒരു മത്സ്യത്തിന്റെ രൂപത്തിൽ ഭൂമിയിൽ അവതരിക്കണം. വേദങ്ങളുടെ മോചനത്തിന് ഇത് ആവശ്യമാണ്. വേദങ്ങളുടെ മോചനമില്ലാതെ മതം ബന്ധനത്തിൽ നിന്ന് മുക്തമാകില്ല. ഞാൻ ഭൂമിയിൽ മഹാപ്രളയം കൊണ്ടുവരും. മുഴുവൻ ഭൂമിയും വെള്ളത്തിൽ മുങ്ങും. എല്ലാ ജീവജാലങ്ങളും അവസാനിക്കും. അപ്പോൾ നീ ഈ അവതാരത്തിൽ ജീവിതത്തിൽ പുണ്യം സ്ഥാപിക്കുകയും വേദങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യും. ഭഗവാൻ വിഷ്ണു പറഞ്ഞു, ശരി, അത് ഇങ്ങനെ സംഭവിക്കും.
ദിന്മ അതിന്റെ ഉച്ചസ്ഥായിയിലായിരുന്ന ഭൂമിയിൽ അവിടെ തന്റെ മുഴുവൻ രാജ്യവും തന്റെ മക്കൾക്ക് ദാനം ചെയ്യുകയും വിഷ്ണുജിയുടെ ആരാധനയിൽ മുഴുകുകയും ചെയ്ത ഒരു മതഭക്തനായ സത്യവ്രതൻ ഭൂമിയിലെ ആത്യന്തിക വിഷ്ണുഭക്തനായിരുന്നു. ഒരു ദിവസം രാവിലെ കുളിച്ചശേഷം സൂര്യദേവൻ വെള്ളം അർപ്പിക്കാൻ ഒരു തടാകത്തിൽ പോയി. സൂര്യദേവൻ വെള്ളം അർപ്പിക്കാൻ അവിടെ പോയപ്പോൾ തന്റെ കുടത്തിൽ തടാകത്തിലെ വെള്ളം നിറച്ച് അത് സമർപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ വളരെ ചെറിയ ആകർഷകമായ ഒറ്റക്കൊമ്പുള്ള ഒരു മത്സ്യം തന്റെ കുടത്തിലേക്ക് വരുന്നത് അദ്ദേഹം കണ്ടു. അവൻ അതിനെ വീണ്ടും തടാകത്തിലേക്ക് വിട്ടു. അപ്പോൾ ആ മത്സ്യം അവനോട് പറഞ്ഞു, ഹേ മുനിവർ, ദയവായി എന്നോട് ദയ കാണിക്കൂ. ഞാൻ വളരെ ചെറിയ മത്സ്യമാണ്. ഈ തടാകത്തിൽ വളരെ വലിയ ജീവികളുണ്ട്. അവ എന്നെ തിന്നും. ദയവായി നിങ്ങളുടെ കുടത്തിൽ എനിക്ക് അഭയം നൽകൂ. ഇത് കേട്ടപ്പോൾ മുനി വളരെ ആശ്ചര്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം അതിന്റെ അഭ്യർത്ഥന സ്വീകരിച്ച് തന്റെ കുടത്തിൽ അതിന് അഭയം നൽകി തന്റെ കുടിലിലേക്ക് കൊണ്ടുവന്നു. കുടിലിൽ എത്തിയപ്പോൾ മത്സ്യം തന്റെ കുടത്തേക്കാൾ വലുതാകാൻ തുടങ്ങിയതായി അദ്ദേഹം കണ്ടു. വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം അതിന് ഒരു വലിയ കുടത്തിൽ സ്ഥാനം നൽകി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ മനോഹരമായ മത്സ്യം നിറഞ്ഞ കുടത്തേക്കാൾ വലുതാകാൻ തുടങ്ങി. അപ്പോൾ മുനി വിഷമിച്ചു. തുടർന്ന് മത്സ്യം അവനോട് പറഞ്ഞു, ഹേ മുനിവർ, ദയവായി എന്നെ തടാകത്തിലേക്ക് വിടൂ. ഇപ്പോൾ ഈ കുടം എനിക്ക് ചെറുതായിരിക്കുന്നു. മുനി അത്ഭുതപ്പെട്ടു. അവർ അത്ഭുതപ്പെട്ടു. തുടർന്ന് അവരോട് പറഞ്ഞതുപോലെ ചെയ്തു. അവർ മീൻ കഴിച്ചു. ആ മത്സ്യത്തെ ഒരു വലിയ തടാകത്തിൽ ഒഴുക്കിവിട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ മത്സ്യം മുഴുവൻ തടാകത്തിന്റെയും വലുപ്പത്തിലെത്തി. ഇത് കണ്ട മുനി കൈകൾ കൂപ്പി പറഞ്ഞു, അയ്യോ ദിവ്യ, നീ ആരാണ്? ദയവായി ഈ ലീല എനിക്ക് വിശദീകരിക്കുക. അപ്പോൾ ഭഗവാൻ വിഷ്ണു ഒരു മത്സ്യത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, മുനിവർ, ഇന്നു മുതൽ കൃത്യം 7 ദിവസം ഒരു ഭയാനകമായ വെള്ളപ്പൊക്കം വരും. കനത്ത മഴ പെയ്യും. ഭൂമി മുഴുവൻ വെള്ളത്തിൽ മുങ്ങും. സമുദ്രത്തിൽ ഭയങ്കരമായ വേലിയേറ്റങ്ങൾ ഉണ്ടാകും. അത് എല്ലാ കരകൗശലവസ്തുക്കളെയും ജീവജാലങ്ങളെയും നശിപ്പിക്കും. പ്രളയദിവസം ഒരു വലിയ വള്ളം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. മുഴുവൻ സൃഷ്ടിയെയും സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉപയോഗപ്രദമായ എല്ലാത്തരം സസ്യജാലങ്ങളെയും ശേഖരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടൊപ്പം വള്ളത്തിൽ കയറും. സപ്തർഷികളും നിങ്ങളോടൊപ്പം അതേ വള്ളത്തിലുണ്ടാകും. അപ്പോൾ ഞാൻ പ്രത്യക്ഷപ്പെടുകയും അനന്തശേഷ നാഗത്തിന്റെ സഹായത്തോടെ നിങ്ങളുടെ വള്ളം എന്റെ കൊമ്പിൽ കെട്ടുകയും ചെയ്യും. ഈ പ്രളയം അവസാനിക്കുന്നതുവരെ ഞാൻ നിങ്ങളെ ഈ ജലപ്രവാഹത്തിൽ നിന്ന് സുരക്ഷിതമായി സൂക്ഷിക്കുകയും മനുഷ്യനാഗരികത പുതുതായി ആരംഭിക്കേണ്ട സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുകയും ചെയ്യും. ഇത് നിങ്ങളുടെ നാമത്തിൽ ചെയ്യപ്പെടും. മഹർഷി മനുവിനോട് നാഗരികത ആരംഭിക്കുമെന്നും അതിനാൽ അവർ ഇപ്പോൾ മനുഷ്യർ എന്ന് വിളിക്കപ്പെടുമെന്നും പറഞ്ഞതിനുശേഷം ഭഗവാൻ മത്സ്യനാരായണൻ വീണ്ടും വെള്ളത്തിലേക്ക് പോയി അദൃശ്യനായി. ആർഷി മനു അദ്ദേഹത്തെ വണങ്ങി അടുത്ത 7 ദിവസത്തേക്ക് എല്ലാത്തരം സസ്യങ്ങളും ഭക്ഷ്യയോഗ്യമായ ധാന്യങ്ങളും ശേഖരിക്കാൻ തുടങ്ങി. ഹയഗ്രീവവസുരൻ വിഷ്ണുജിയുടെ ഹയഗ്രീവ രൂപത്തെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലായി. അദ്ദേഹം തന്റെ അസുര സൈന്യത്തോടൊപ്പം സമുദ്രത്തിന്റെ ആഴത്തിൽ ഇരുന്നു. ശ്രീ മത്സ്യനാരായണൻ ആർഷി മനുവിനോട് പറഞ്ഞതുപോലെ കൃത്യം അതേസമയം ഒരു വലിയ ദിവ്യ നൗക ആർഷി മനുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സപ്ത അർഷി ഇതിനകം അതിൽ ഇരിക്കുകയായിരുന്നു. ശേഖരിച്ച എല്ലാ സാധനങ്ങളുമായി ആർഷി മനുവും ഭാര്യയും ആ നൗകയിൽ പ്രവേശിച്ചു. തുടർന്ന് വിഷ്ണുജി ഒരു വലിയ മത്സ്യത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു പാമ്പും പ്രത്യക്ഷപ്പെട്ടു. അത് ആ നൗകയെ മത്സ്യത്തിന്റെ കൊമ്പിൽ തന്റെ ശരീരവുമായി ബന്ധിപ്പിച്ചു. അതുപോലെ 7-ാം ദിവസം ഭഗവാൻ ശിവൻ തന്റെ 3-ാം കണ്ണ് തുറന്ന് ആരംഭിച്ചു. താണ്ഡവത്തിന്റെ അതിദുരന്ത നൃത്തം അവസാനിച്ചു. മത്സ്യനാരായണൻ ഒരു സ്ഥലത്ത് വള്ളം നിർത്തി. ജലനിരപ്പ് താഴേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു പർവ്വതം പോലുള്ള ഘടന പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. മത്സ്യനാരായണൻ ആ പർവ്വതത്തിൽ വള്ളം സ്ഥാപിച്ചു. ഇതിനുശേഷം അദ്ദേഹം വിഷ്ണുവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മുനിവർ, ഇപ്പോൾ പ്രളയം അവസാനിച്ചു എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ ഈ പുതിയ മനുഷ്യനാഗരികത ഈ മലയൻ പർവ്വതത്തിൽ നിന്ന് ആരംഭിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹവും അനന്തശേഷം വെള്ളത്തിൽ മുങ്ങി. വളരെ വേഗത്തിൽ അദ്ദേഹം ഹയഗ്രീവാസൂരിലേക്ക് പോയി. തന്റെ അതിശക്തമായ മത്സ്യച്ചിറകുകളും ശരീരത്തിന്റെ ശക്തമായ ഒരു അടിയും ഉപയോഗിച്ച് അദ്ദേഹം ഹയഗ്രീവാസൂരിനെയും അവന്റെ മുഴുവൻ അസുര സൈന്യത്തെയും സമുദ്രത്തിൽ നിന്ന് എറിഞ്ഞു. ഉടൻ തന്നെ അസുരന്മാർ സമുദ്രത്തിൽ നിന്ന് വീണു. ഭഗവാൻ വിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ യുദ്ധം ആരംഭിച്ചു. തന്റെ അഭിപ്രായത്തിൽ നാരായണൻ അസുരസൈന്യത്തെ സഹായിക്കാൻ വിളിക്കാൻ തുടങ്ങി. ഹയഗ്രീവ വിഷ്ണു ഹയഗ്രീവാസുരനുമായി വളരെ കഠിനമായ യുദ്ധം ആരംഭിച്ചു. ഹയഗ്രീവൻ ഒരു ത്രിശൂലം, വാൾ, വില്ല്, വളരെ മൂർച്ചയുള്ള നഖങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു. കൂടാതെ ഒരു കഴുത്തിന്റെ രൂപത്തിലുള്ളതിനാൽ അദ്ദേഹത്തിന് കഴുത്തുപോലെ ശക്തിയും ഊർജ്ജവും വേഗതയും ഉണ്ടായിരുന്നു. പരിധിയില്ലാത്ത ശക്തിയുള്ള ഒരു കഴുത്തിന്റെ കുളമ്പുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവയെല്ലാം ഉപയോഗിച്ച് അദ്ദേഹം ആക്രമിച്ചുകൊണ്ടിരുന്നു. ഭഗവാൻ വിഷ്ണു തിരിച്ചടിച്ച് ഹയഗ്രീവാസുരനുമായി വളരെ കഠിനമായ യുദ്ധം ചെയ്തു. അതിനിടയിൽ മത്സ്യാവതാരം ശേഷിച്ച എല്ലാ അസുരന്മാരെയും നശിപ്പിച്ചു. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ എത്തിയപ്പോൾ അദ്ദേഹം എല്ലാ വേദങ്ങളെയും സ്വതന്ത്രനാക്കി. ഈ ഘോരയുദ്ധം നിരവധി ദിവസം തുടർന്നു.
മത്സ്യനാരായണൻ വേദങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ആദ്യത്തെ വേദം ആലപിക്കാൻ തുടങ്ങി. ധർമ്മം മുഴുവൻ ഭൂമിയിലും വ്യാപിക്കാൻ തുടങ്ങി. എല്ലാ പാപങ്ങളുടെയും ശക്തികൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. ഇതുമൂലം ഹാഗർ വാസിന്റെ ശക്തികളും കുറയാൻ തുടങ്ങി. അദ്ദേഹം ക്ഷീണിതനാകാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ വിഷ്ണു സുദർശന ചക്രം ഉപയോഗിച്ച് അദ്ദേഹത്തെ കൊന്നു മുഴുവൻ മോചിപ്പിച്ചു. ഹാഗർ വസുരനിൽ നിന്ന് പ്രപഞ്ചം എല്ലാ ദേവന്മാരും അവരുടെ ശക്തി വീണ്ടെടുത്തു. തുടർന്ന് ഭഗവാൻ നാരായണൻ എല്ലാ വേദങ്ങളും ബ്രഹ്മദേവൻ കൈമാറി. അങ്ങനെ അദ്ദേഹത്തിന് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും വീണ്ടെടുക്കാനും കഴിയും. യുദ്ധം അവസാനിച്ചതിനുശേഷം ഭഗവാൻ വിഷ്ണു തന്റെ ശുദ്ധവും പവിത്രവുമായ രൂപം സ്വീകരിച്ച് യോഗനിദ്രയിലേക്ക് പോയി. ഇന്നുമുതൽ കാലാവസാനം വരെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഈ രൂപത്തിൽ താൻ ഇരിക്കുമെന്ന് ശ്രീ മത്സ്യനാരായണൻ പറഞ്ഞു. പ്രളയത്തിൽ ആ വീര്യങ്ങൾ ജനിക്കുകയും ലോകത്തിന് നന്മ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇന്ന് നമുക്ക് അറിയാവുന്ന മനുഷ്യ നാഗരികത മലേ പർവ്വതത്തിൽ നിന്നാണ് ആരംഭിച്ചത്. മലേ പർവ്വതം ഏത് പർവ്വതമാണ്? ഇന്നും അത് സ്ഥിരീകരിക്കാൻ ഒരു ചർച്ചയുണ്ട്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്താണ് ഈ പർവ്വതം. മൈസൂർ സംസ്ഥാനത്തിന് തെക്കും ട്രാവ്കോറിന് കിഴക്കുമായി സ്ഥിതിചെയ്യുന്ന പശ്ചിമഘട്ടത്തിന്റെ ആ ഭാഗമാണിത്. പുരാണങ്ങളിൽ ഇത് 7 മൊത്തം പർവ്വതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും ഈ പർവ്വതത്തിന്റെ സ്ഥാനം ഒരു പുരാണത്തിലും പരാമർശിച്ചിട്ടില്ല. നിലവിൽ എല്ലാ പണ്ഡിതന്മാരും ഈ പർവ്വതം ദക്ഷിണേന്ത്യയിലാണെന്ന് വിശ്വസിക്കുന്നു. സത്യവ്രത് വൈവസ്വത് മനു ഒരു ദ്രാവിഡനായിരുന്നുവെന്ന് ചിലർ വിശ്വസിക്കുന്നു. പ്രളയത്തിനു മുമ്പും ചിലർ പ്രളയത്തിനു ശേഷമാണെന്നും ദ്രാവിഡ നാഗരികത ആരംഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഹിമാചൽ പ്രദേശായ മലേ പർവ്വതത്തിൽ നിന്നാണ് വീര്യനാഗരികത ആരംഭിച്ചതെന്ന് ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. മനുഷ്യ നാഗരികതയുടെ ആരംഭമാണ് ദ്രാവിഡ നാഗരികത. ഇന്നും പ്രളയത്തിനുശേഷം വടക്കൻ ഭാഗത്തു നിന്നാണ് വീര്യനാഗരികത ആരംഭിച്ചതെന്ന് പല പണ്ഡിതന്മാരും നിസ്സംശയമായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ പ്രളയത്തിനുശേഷം വീര്യം വടക്കൻ ഭാഗത്തു നിന്നാണ് ആരംഭിച്ചതെന്ന് അല്ലെങ്കിൽ ഇത് ഇപ്പോഴും തെക്ക് നിന്നുള്ള ചർച്ചാ വിഷയമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ദയവായി കമന്റ് ബോക്സിൽ ഞങ്ങളോട് പറയുക. ഇപ്പോൾ ഈ കഥ അവസാനിപ്പിക്കാം.